നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. ചിമ്മിനി വൈൻ സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ടൗൺ, ബസാർ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തരിശുരഹിത പഞ്ചായത്താകാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി തൃക്കൂർ പഞ്ചായത്ത്. തൃക്കൂർ മതിക്കുന്ന പാടശേഖരത്തോട് ചേർന്നുള്ള 2.5 ഏക്കറോളം തരിശു ഭൂമി കൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാചരണം കൊടകരയിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടു. പവന് 320 രൂപ വർദ്ധിച്ച് 56,800 രൂപയായി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിന് സമീപമാണ് 6 അംഗ സംഘം പോലീസിന്റെ വലയിലായത്. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിന് സമീപമാണ് 6 അംഗ സംഘം പോലീസിന്റെ വലയിലായത്. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച 65 ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. SK ലോജിസ്റ്റിക്കിന്റേതാണ് കണ്ടെയ്നർ. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. അതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിൽ 3 ATMകളിൽ നിന്ന് 65 ലക്ഷം രൂപയോളമാണ് നഷ്ടമായത്. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 മണിക്കൂറിനുള്ളിലാണ് 3 ATMകളും തകർത്ത് പണം കവർന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്ക് മേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത്. വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6 അംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMൽ നിന്നും പണം കവർന്നത്. പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിൽ എത്തിക്കും. വാഹനത്തിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു സൗത്ത് റോഡാണ്. റോഡിൽ ഫസ്റ്റ്, റോഡിൽ സെക്കൻഡ്, ഇത് മൂന്നാണ്. ഒരു റോഡിൽ ഫസ്റ്റ്, ഇപ്പോൾ സെക്കൻഡ്, ഇത് മൂന്നാണ്. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിന് പാലക്കാട്, കോയമ്പത്തൂർ, കൃഷ്ണഗിരി, സേലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ മാസം സമാനമായ സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴത്തേക്കൊന്നും. ചിമ്മിനി വൈൻ സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയാണ് തുടങ്ങിയത്. രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേരുപ്പാടം മുള ഗവേഷണ കേന്ദ്രം, പാലപ്പള്ളി തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി. KSRTCയുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി. യാത്രികർക്ക് MLA മധുരം വിതരണം ചെയ്തു. തുടർന്ന് KSRTC ജീവനക്കാരും പ്രചോദി നികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിനു ശേഷം MLAയും സംഘവും മടങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ മൃഗശാല, പീച്ചി ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത്.
പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് DTPC നടപ്പാക്കുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ് കളക്ടർ അഖിൽ ബി മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, DTPC സെക്രട്ടറി C വിജയരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, PG വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഒക്ടോബർ 12, 13 ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണരൂപത്തിൽ ആദ്യ യാത്ര നടത്തുമെന്ന് DTPC സെക്രട്ടറി C വിജയരാജ് പറഞ്ഞു. ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചു. നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് DTPC നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് ചിമ്മിനി സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് തുടങ്ങി ചിമ്മിനി ഡാം, വേലുപ്പാടം മുളകവേഷണ കേന്ദ്രം, പുത്തൂർ മൃഗശാല, മരോട്ടിച്ചാൽ, പീച്ചി ഡാം, വിലങ്ങന്നൂർ ഭാഗങ്ങളാണ് വൈൽഡ് സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത്. ചിമ്മിനി ഡാമിലെ കുട്ടവഞ്ചി സവാരി, സൈക്കിൾ സവാരി, ചിമ്മിനിയിൽ വനാന്തരത്തിലെ ചൂരൽത്തള വെള്ളച്ചാട്ടം, വനയാത്ര എന്നിവ സർക്യൂട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും. ലോക ടൂറിസം ദിനമായിട്ടുള്ള ഇന്ന് തൃശ്ശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം സർക്യൂട്ടുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ വൈൽഡ് സർക്യൂട്ട് എന്ന നിലയിലുള്ള ഒരു ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വിവിധ പാക്കേജുകൾ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ പാക്കേജുകൾ ആഡ് ഓൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പുതിയ സർക്യൂട്ടായിട്ടുള്ള വൈൽഡ് സർക്യൂട്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈൽഡ് സർക്യൂട്ട് ഉല്ലാസ യാത്രാ സംഘത്തോടൊപ്പം ചിമ്മിനിയിലെത്തിയ MLA വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതി തേടിയതായി അറിയിച്ച ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും പറഞ്ഞു. ചിമ്മിനി വന്യജീവി സങ്കേതം വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിന് തുക മാറ്റിവെച്ചതായി അറിയിച്ച MLA വിനോദസഞ്ചാര, ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത്യാവശ്യമാണെന്നും പറഞ്ഞു. 1 മാസത്തിനകം ചിമ്മിനി ഡാമിലെ ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തിയാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ടൌൺ, ബസാർ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, രതി ബാബു, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ഷീഷോപ്പ്, പ്രീതി ബാലകൃഷ്ണൻ, ഹിമദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് NR ജോഷി എന്നിവർ പ്രസംഗിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രചോദി കോളേജ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, NSS യൂണിറ്റ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകി. എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 2 മുതൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിലെ മാലിന്യമെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്ന പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് വരികയാണ്. സേവ എന്ന പരിപാടിയുമായി മാലിന്യമുക്ത നവകേരളം എന്ന 3ാം ഘട്ട പരിപാടിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തും പരിസര പ്രദേശങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന ഒരു സേനയുടെ പ്രവർത്തനങ്ങൾ 3-4 വർഷമായിട്ട് പഞ്ചായത്ത് ശക്തമായിട്ട് ആരംഭിച്ചു. നിയമ നടപടികളുമായി ഇപ്പോൾ ഒരു 90% നമ്മുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ശരിയായി വരുന്നുണ്ട്. അതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ വശത്തുനിന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നു. എല്ലാവിധ സഹകരണം നേർന്നുകൊണ്ട് ഞാൻ വാക്കുന്നുണ്ട്. മലിനമുക്തമായ ഒരു കേരളമായി പ്രഖ്യാപിതമായ ലക്ഷ്യമായി ഏറ്റെടുത്തിട്ട് ആ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തമാണ് ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഇനിയും ഊർജിതമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും ഒപ്പം കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പുതിയ കേരളം അല്ലെങ്കിൽ ഒരു പുതിയ നാടിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും കുറേ നാളുകളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാക്കോച്ചുര ചിത്തിര അങ്കണവാടി പരിസരം വൃത്തിയാക്കി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ജിൻഡോ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. തരിശുരഹിത പഞ്ചായത്താകാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി തൃക്കൂർ പഞ്ചായത്ത്. ഇതോടനുബന്ധിച്ച് തൃക്കൂർ മതിക്കുന്ന് പാടശേഖരത്തോട് ചേർന്നുള്ള 2.5 ഏക്കറോളം തരിശുഭൂമി കൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ കാരണങ്ങളാൽ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതും കൃഷിയിടങ്ങൾ തരിശു കിടക്കുന്നതും പതിവായപ്പോൾ
കൃഷിക്ക് പിന്തുണയുമായി പഞ്ചായത്ത് അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. കൃഷി ചെയ്യാത്ത ഭൂമിയുടെ ഉടമകളുടെ സമ്മതപ്രകാരം കൃഷി ചെയ്യാൻ തയ്യാറുള്ള കർഷകർക്ക് ഭൂമി താൽക്കാലികമായി ഏൽപ്പിച്ചു നൽകുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചത്. തരിശു ഭൂമികൾ കൃഷിക്ക് ഉപയുക്തമാക്കുക എന്ന നയമാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഏറ്റവും പുതിയ നയം. ആ നയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തൃക്കൂർ കൃഷിഭവനും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തരിശു ഭൂമികൾ കണ്ടെത്തുകയും ആ കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ് അത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് തൃക്കൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് നെൽകൃഷി എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. കൊച്ചുകുട്ടികൾക്ക് നെൽകൃഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ സാധിക്കാത്തൊരവസ്ഥ. അപ്പൊ ആ അവസ്ഥ മാറ്റിയെടുത്ത് പഴയ രീതിയിൽ, പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ നാട്, ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് തൃക്കൂർ പഞ്ചായത്ത് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരിശു ഭൂമികളും നമ്മൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്നു, പ്രത്യേകിച്ച് നെൽകൃഷിക്ക്. ആ ഒരു സംവിധാനം ഇന്ന് നിലനിന്ന് പോരുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് തൃക്കൂർ കൃഷിഭവനും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും. കൃഷിവകുപ്പും കൃഷിഭവനും പഞ്ചായത്ത് അധികൃതരുടെ ഈ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി കൂടെ നിന്നു. തൃക്കൂർ കൃഷിഭവന്റെയും അതുപോലെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും തൃക്കൂർ കൃഷിഭവന്റെ കീഴിലുള്ള കാർഷിക വികസന സമിതിയുടെയും നമ്മുടെ മടത്തേച്ചിറ മതിക്കുന്ന് പാടശേഖര സമിതിയുടെയും സഹായത്തോടു കൂടി നമ്മൾ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമ്മൾ ഇതുപോലെ തന്നെ പല ഉടമസ്ഥരെയും കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം നമ്മൾ നിയമപ്രകാരം തന്നെ തുടർന്നും ഇവിടെ തൃക്കൂർ പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന എല്ലാ നിലകളും കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതി വിജയമായാൽ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സമാനമായ രീതിയിൽ 25 ഏക്കറോളം തരിശുഭൂമിയുള്ള തുരുത്തിക്കാട് തടയണ തീർത്ത് തോട്ടിൽ വെള്ളം സംഭരിച്ച് കൃഷി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളും മുന്നേറുകയാണ്. പല ആളുകൾക്കും നമ്മുടെ കാർഷിക മേഖല സാമ്പത്തിക പ്രതിസന്ധി കാരണം കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരം സാഹചര്യം ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്യാനായിട്ട് ബൈചേട്ടൻ അതുപോലെ ലിജോ ചേട്ടൻ ഒട്ടനവധി ആളുകൾ നമുക്ക് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് നമുക്ക് നെൽകൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിന് വില്ലേജ് ഓഫീസർമാരെ, പഞ്ചായത്ത് ഭരണസമിതി, കൃഷി ഓഫീസർ എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഒന്നായിട്ടുണ്ട്. എന്തായാലും തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു തരിശുഭൂമി പോലും കൃഷി ചെയ്ത് കിടക്കാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും മതിക്കുന്ന് പാടശേഖര സമിതിയിലെ അംഗങ്ങളും തരിശുഭൂമിയിൽ കൃഷി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി മുൻപോട്ട് വന്നിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ട് ചെയ്യാതെ കിടക്കുന്ന പാടങ്ങളെ ഓരോ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങി നല്ല രീതിയിലുള്ള ഒരു വലിയ പാടശേഖരമാക്കി മാറ്റണമെന്നും ഇതിന്റെ ഭാഗമായിട്ട് തൃക്കൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ കൃഷി ഓഫീസറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാവരും നല്ല സഹകരണം ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കർഷകരെല്ലാവരും ഉപയോഗപ്പെടുത്തണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീഷ് ചെമ്പാറ, വാർഡംഗം മോഹനൻ തൊഴുക്കാട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഡേവിസ്, കൃഷി ഓഫീസർ ദീപ ജോണി, മതിക്കുന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ബൈജു നെല്ലിശ്ശേരി, കർഷകൻ ലിജോ കാവിൽ എന്നിവർ കൃഷിക്കായി ഒരുക്കുന്ന നിലം സന്ദർശിച്ചു. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മതിക്കുന്ന് പാടശേഖരത്തിൽ ഏകദേശം 2.5 ഏക്കറോളം തരിശു ഭൂമിയാണ് ഇത്തവണ കതിരണിയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്തവണ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ തരിശുരഹിത പഞ്ചായത്തായി മാറാനുള്ള തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പരിശ്രമം മറ്റു പഞ്ചായത്തുകളും സമീപഭാവിയിൽ തന്നെ ഏറ്റെടുക്കട്ടെ എന്നാണ് പ്രേക്ഷകരുടെ മുന്നിൽ ടീം NCTVക്കും പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം മതിക്കുന്ന് പാടശേഖരത്തിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്. പൗരാണിക ഭാഷയായ സംസ്കൃതത്തെ വേണ്ടത്ര പ്രചരിപ്പിക്കാൻ കഴിയാതിരുന്നത് ഭാരതത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ബെന്നി ബെഹന്നാൻ MP. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാചരണം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേൽത്തട്ടിലുള്ള വിഭാഗങ്ങൾ സംസ്കൃത ഭാഷയെ താഴെ തട്ടിലുള്ളവർക്ക് കൈമാറാൻ മടിച്ചത് ഇതിന് പ്രധാന കാരണമാണ്. കേരളത്തിലാണ് ഇത് കൂടുതൽ സംഭവിച്ചതെന്നും MP പറഞ്ഞു. ആ സംസ്കൃത ഭാഷ നിർഭാവെന്ന് പറയട്ടെ, ആ സംസ്കൃത ഭാഷ നമുക്ക് നശിച്ചു പോയി എന്ന വാക്കിന് ഉപയോഗിക്കുന്നു. നമ്മൾ പറയുന്നത് ശരിയല്ല, ഭാഷ നശിക്കുകയില്ല. വേണ്ടത്ര വ്യാപനം നടത്താൻ കഴിയില്ല, പ്രചരിപ്പിക്കാൻ കഴിയില്ല. അതുമൂലം ഇന്ത്യക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്. കാരണം നമ്മുടെ പൗരാണികമായ നമ്മുടെ പല അറിവുകളും സംസ്കൃതത്തിലായി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ A. ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി AEO PB നിഷ, കേരള സംസ്കൃതം അധ്യാപക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി NA അനുരാഗ്,
ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി പി പ്രതാപൻ, അക്കാദമിക് കൗൺസിൽ ഉപജില്ലാ സെക്രട്ടറി ED ശശി എന്നിവർ പ്രസംഗിച്ചു. വല്ലച്ചിറ മിനി ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി അധ്യക്ഷനായി. K രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, ജയരാജ് നടുവിൽ, രാമൻകുട്ടി, PT ആന്റണി, PS കുമാർ, PD തോമസ്, ഷാജു പെല്ലിശ്ശേരി, CS മധുസൂദനൻ, വർഗീസ് ചീനാത്ത്, PA വിൽസൺ, റോയ് പടിക്കല എന്നിവർ പ്രസംഗിച്ചു. ഓണാഘോഷം തുടങ്ങി. കേരളത്തിൽ എവിടെയും ഇല്ലാത്തൊരു ഓണാഘോഷം, 62 വർഷത്തെ പാരമ്പര്യവും പൈതൃകമുള്ള ഒരു ഓണാഘോഷം. എന്നാൽ ആ ഓണാഘോഷത്തിന് കായിക താരങ്ങൾക്ക് ഓടാനും ചാടാനുമുള്ള വേദി. കിഴക്കേ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ കുടിവെള്ള പദ്ധതിക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി പുതിയ കിണർ നിർമ്മിക്കണമെന്ന് CPM കോപ്ലിപ്പാടം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം കൊടകര ഏരിയ കമ്മിറ്റി അംഗം MV സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. CV ചന്ദ്രൻ പതാക ഉയർത്തി. OS മാധവൻ അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, PK രാജൻ, TK അസൈൻ, CV ചന്ദ്രൻ, ശശി തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി VD സനോജിനെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് പുതുക്കാട് യൂണിറ്റ് സമ്മേളനം നടത്തി. മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CG ടൈറ്റസ്, മേഖലാ സെക്രട്ടറി ഷൈജു മാജിനേഷൻ, മേഖലാ ട്രഷറർ ജീവൻ ലോറൻസ്, യൂണിറ്റ് സെക്രട്ടറി MP ഓസ്ബിൻ, യൂണിറ്റ് ട്രഷറർ PJ ദിലീപ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ TG മുരളി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജി പൗലോസ്, ഷിജു പന്തല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റ് ബാസ്റ്റിൻ, സെക്രട്ടറി ജെഫിൻ, ട്രഷററായി ജിജോ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായി TV അനിൽകുമാർ, TG മുരളി, സജി പൗലോസ്, MP ഓസ്ബിൻ, വൈസ് പ്രസിഡന്റ് PJ ദിലീപ്, ജോയിന്റ് സെക്രട്ടറി അഖിൽ കുട്ടൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെസ്റ്റോർക്ക്ഷയറിലെ ഹസ്റ്റേഴ്സ്ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ഗവേഷണ പഠനത്തിനായി 2 കോടി രൂപ സ്കോളർഷിപ്പ് ലഭിച്ച കാവന്നൂർ സ്വദേശി ദേവികയെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ വീട്ടിലെത്തി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, DCC സെക്രട്ടറി കല്ലൂർ ബാബു, സന്ദീപ് കണിയത്ത്, പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. കാവന്നൂർ അയ്യഞ്ചിറ അനിലന്റെ മകളാണ് ദേവിക. ചെങ്ങാലൂർ രണ്ടാംകല്ല് ALP സ്കൂളിലെ കലോത്സവം കണ്ണോരം എന്ന പേരിൽ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് തോബി തോട്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. PSM വൈസ് പ്രസിഡന്റ് ശശികുമാർ തലക്കാട്ടിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ നിക്സൺ പോൾ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ, SSG പ്രസിഡന്റ് മഞ്ജു ഷിബു, സ്റ്റാഫ് സെക്രട്ടറി നിബിത ജോൺ, വിദ്യാർത്ഥി പ്രതിനിധികളായ ആര്യൻ, പവിത്ര എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP വിദ്യാലയത്തിന്റെ സമീപത്തെ അങ്കനവാടി കുട്ടികൾക്കായി മഴവില്ല് 2024 എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ശ്രീജ ജീവൻ അധ്യക്ഷത വഹിച്ചു. അങ്കനവാടിയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ VV വനജയെ സ്കൂൾ മാനേജർ ആദരിച്ചു. ചിത്രകലാ അധ്യാപകൻ ഡേവിസ് നൽകിയ ഛായാചിത്രം വനജയ്ക്ക് കൈമാറി. പഞ്ചായത്ത് അംഗം OSA റെപ്രസെന്റേറ്റീവ് സെബി മഞ്ഞളി, ചിത്രകലാ അധ്യാപകൻ ഡേവിസ്, ഫാദർ ജിയോ ആൽനോലിക്കൽ, പ്രധാനാധ്യാപിക മീന ആന്റണി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സ്കൂൾ മാനേജർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചുറ്റുപാടുമുള്ള അംഗനവാടികളെ വിളിച്ചു വരുത്തി അവരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം. അശരണർക്ക് കൈത്താങ്ങായി 3 മുറി ഇടവകയിൽ ബിരിയാണി ചലഞ്ച്. അശരണർക്ക് കൈത്താങ്ങാകാനായി 3 മുറി ഇടവകയിലെ പ്രതീക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും. പ്രതീക്ഷ പദ്ധതിയുടെ ധനശേഖരണാർത്ഥമാണ് ചലഞ്ച്. സൗജന്യ ഡെലിവറി ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക്
363250006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആലങ്ങാട് ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഷൻസ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റായി KT ടോമിയെയും വൈസ് പ്രസിഡന്റായി സുരേഷ് കൊടപ്പുള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു. പുതുക്കാട് പഞ്ചായത്ത് വനിതാ മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ശനിയാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 10-ന് സംഘം ഓഫീസിലാണ് യോഗം. സംഘം പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷത വഹിക്കും. വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കേരളത്തിലും സുലഭമായി ലഭിക്കുന്നു. പലരും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ലഭ്യതയും കൂടി. രുചിയേറെ ഉള്ളതിനാൽ ആവശ്യക്കാരും കൂടുതലാണ്. എന്നാൽ രുചി മാത്രമല്ല, നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ പഴത്തിനുണ്ട്. റിപ്പോർട്ട്. പഴങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ഗുണകരമാണ്. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി പോലുള്ളവയാണ് നാം പൊതുവായി കാണാറുള്ളവയും കഴിക്കാറുള്ളവയും. വിപണിയിൽ വല്ലപ്പോഴും മാത്രം കണ്ടുവരുന്ന ചില ഫലങ്ങൾ നാം പൊതുവെ അവഗണിക്കുന്നതാണ് ശീലം. എന്നാൽ ഇവയ്ക്ക് പലതിനും ഏറെ ആരോഗ്യപരമായ വിശേഷതകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കട്ടിയുള്ള പുറന്തോടോടുകൂടിയ ഇതിനുള്ളിൽ വെളുത്ത നിറത്തിലും പിങ്ക് നിറത്തിലുമുള്ള കാതലാണ് ഉള്ളത്. ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണിത്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ്. ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഒന്നാണിത്. മധുരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹത്തിന് മരുന്നാക്കാവുന്ന ഒന്നാണ്. BP നിയന്ത്രണത്തിനും ഡ്രാഗൺ ഫ്രൂട്ട് സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഫ്രൂട്ട് ഉത്തമമാണ്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടു. വ്യാഴാഴ്ച സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നു. വെള്ളിയാഴ്ച പവന് 320 രൂപ വർദ്ധിച്ച് 56,800 രൂപയായി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 7,100 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,870 രൂപയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് വ്യാപാരം. പശ്ചിമേഷ്യയിൽ ആക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നത്. യുദ്ധ ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ സ്വർണത്തിൽ നിക്ഷേപങ്ങൾ കൂടും. ഇത് വില ഉയർത്തും. ഉടൻ ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വില വർധനവ് തുടരും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച വരെയാണ് മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കാലാവസ്ഥ. ഇന്നത്തെ കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കർഷകർക്കും കർഷക ഗ്രൂപ്പുകൾക്കുമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. കാർഷിക യന്ത്രങ്ങൾ റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കർഷക സംഘങ്ങൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും അതത് കൃഷിഭവനുമായോ തൃശൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7900-400-4779. മറ്റൊരു നമ്പർ 9946202854. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ആശാ വർക്കർ ഒഴിവ്. SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് നിവാസികളുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായവർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് മുൻപായി യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ 9745910702 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് കല്ലേറ്റുങ്കരയിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലെ സ്പോട്ട് അഡ്മിഷൻ ഒക്ടോബർ 23 വരെ കോളേജിൽ വെച്ച് നടക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഓൺലൈനായോ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാം. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ നേടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0482720746 അല്ലെങ്കിൽ 9446232572 എന്നീ നമ്പറുകളിൽ വിളിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 56,800 രൂപ. പുതുക്കാട് തട്ടിൽ മാപ്രാണത്തുകാരൻ അന്തോണി ഭാര്യമേരി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. സ്മിത, സിജോ എന്നിവർ മക്കളും വർഗീസ്, ജിബി എന്നിവർ മരുമക്കളുമാണ്.
മട്ടത്തൂർ തൃക്കണ്ണപുരത്ത് വാര്യത്ത് ഈശ്വര വാര്യർ മുംബൈയിലെ കല്യാണിൽ വെച്ച് നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ത്രൈലോക്യമംഗലത്ത് വാര്യത്ത് ദേവി വാര്യരാണ് ഭാര്യ. സുധീർ വാര്യർ, സുരേഷ് വാര്യർ, സന്ദീപ് വാര്യർ എന്നിവർ മക്കളും ബിന്ദു, രഞ്ജു, സുജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. ചിമ്മിനി വൈൻ സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ടൗൺ, ബസാർ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തരിശുരഹിത പഞ്ചായത്താകാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി തൃക്കൂർ പഞ്ചായത്ത്. തൃക്കൂർ മതിക്കുന്ന് പാടശേഖരത്തോട് ചേർന്നുള്ള 2.5 ഏക്കറോളം തരിശുഭൂമി കൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാചരണം കൊടകരയിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടു. പവന് 320 രൂപ വർദ്ധിച്ച് 56,800 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.